ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ഞാൻ മോനുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നേഴ്സറിലാക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. മോനുവിനെ ആക്കിയിട്ട് ഇന്ന് എനിക്ക് ഒരിടം വരെ പോകണം. അതായത് നമ്മുടെ കുക്കർ ചീത്തയായിരിക്കുകയാണ്. അപ്പം കുക്കറിൻ്റെ അടപ്പ് ഫിസിൽ കേൾക്കുന്നില്ല, അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ 2-3 കപ്പ് അങ്ങനെ ചെറിയൊരു പർച്ചേസിങ് അതും കൂടി ഉണ്ട് കേട്ടോ. വലുതായിട്ടൊന്നുമില്ല. ഇപ്പം സമയം എന്ന് പറയണത് 10:45 കേട്ടോ. എനിക്ക് പോയിട്ടാണെങ്കിൽ ഒരു മണിയൊക്കെ ആകുമ്പോൾ തിരികെ വരണം കേട്ടോ. മോനൂട്ടനെ വിളിക്കണം. 1:30 ആകുമ്പോഴാണ് ആളെ വിളിക്കുന്നത്. അപ്പം ഞാൻ കുക്കിങ്ങൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂട് ഇവിടെ. ചോറും കറിയൊക്കെ ആക്കിയിട്ടാണ് പോണത്. അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഞം ഒന്നും കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ റെഡിയാക്കിയിട്ടാണ് പോണത്. അങ്ങനെ പിന്നെ വേറെ നമ്മളെല്ലാവരും കൂടി പോവുകയാണെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിക്കും കേട്ടോ. ഇപ്പം നന്ദു സ്കൂളിൽ പോയി, ഇപ്പം മോനുവും പോകുന്നുണ്ട്. അപ്പം പിന്നെ നമ്മളെ മാത്രമാവുന്നതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആക്കിയിട്ട് പോകുന്നതായിരിക്കും. ഇവിടെ വീണ്ടും ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? മഴ മാറി ഭയങ്കര ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പോൾ ശരി, ഞാൻ മോനിനെ കൊണ്ടാക്കിയിട്ട് വരാം കേട്ടോ. എന്നിട്ട് കാണാവേ. നമ്മളിവിടെ വന്നിട്ട് നമ്മളെ കുക്കർ കൊടുത്തു കേട്ടോ. അപ്പം ഇവിടെ ശരിയാക്കത്തില്ല, ഇവരുടെ തന്നെ ഒരു കടയുണ്ട്, അവിടെ കൊണ്ടുപോകാനാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ എനിക്കൊരു കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം വേണമെന്ന്. കാസ്റ്റ് അയണിൻ്റെ സീസൺ ചെയ്ത പാത്രം. ഇത് കറിയൊക്കെ വെക്കാൻ നല്ലതാണ് കേട്ടോ. കടലക്കറി, പിന്നെ നമുക്ക് മീൻ പൊരിക്കാം, ചിക്കൻ വറുക്കാം, അങ്ങനെ കറികളൊക്കെ വെക്കാൻ നല്ലതാണ്. ചെയ്ത ദോശക്കല്ല്, പിന്നെ അങ്ങനെയുള്ള സീസൺ ചെയ്ത കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടോ, ദോശയുടെ പാത്രങ്ങളാണ്. ദോശ ഉണ്ടാക്കാനും പിന്നെ മീൻ പൊരിക്കാനും മീൻ വറുക്കാനും പിന്നെ അങ്ങനത്തെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. കറികൾ വെക്കാനും എല്ലാം പറ്റിയ പാത്രങ്ങൾ കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് കടു വറുക്കാൻ പറ്റിയ പാത്രങ്ങൾ അങ്ങനെയൊക്കെ കേട്ടോ. നമ്മളിത് കണ്ട എല്ലാത്തിൽ നിന്നും ഓരോന്ന് എടുക്കാൻ തോന്നും കേട്ടോ. ദോശയുടെയൊക്കെ സീസൺ ചെയ്ത ദോശക്കല്ലാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറേ തവികൾ, സ്പൂണ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും വാങ്ങിക്കാം. അങ്ങനെ പിന്നെ കുറേ സ്പൂണ്, അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. ഓരോന്നും കാണുമ്പോൾ നമുക്ക് എല്ലാത്തിൽ നിന്നും ഓരോന്നും ഇത് എടുക്കാനായിട്ട് ടെൻഡൻസിയാണ്. അത്രയ്ക്ക് നല്ല 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 പാത്രങ്ങൾ, നല്ല നല്ല സ്പൂണുകൾ നമ്മൾ അങ്ങനെയൊന്നും എടുത്തില്ല കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാൽ കൂടി ഈ കാസ്റ്റ് അയണിൻ്റെ സീസൺ ചെയ്ത പാത്രമില്ലേ, അതിന് കുറച്ച് വില കൂടുതലാണ് കേട്ടോ. അല്ലെങ്കിൽ അയൺ ചെയ്ത പാത്രങ്ങൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് സീസൺ ചെയ്യണം. അതായത് നമ്മൾ കഞ്ഞിവെള്ളത്തിലിട്ട് കുറേ 2-3 ദിവസം വയ്ക്കണം. അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ആ വെള്ളം കളയാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സവാള തേക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. മുട്ട പൊരിച്ചിട്ട് അതങ്ങ് കളയുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ തന്നെ നേരിട്ട് ഉപയോഗിക്കാമെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഞാൻ കഞ്ഞിവെള്ളം ഒന്ന് എടുത്തിട്ട് അത് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യും. എന്നിട്ടാണ് ചെയ്യണം കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞ് ഈ കറികളൊക്കെ അടച്ച് വയ്ക്കുന്ന പാത്രങ്ങളില്ലേ, അതൊക്കെ കണ്ടു കേട്ടോ. നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയാൽ കൂടി കുറച്ച് കാശാവും കേട്ടോ. അതുകൊണ്ട് എന്നെ ഓട്ടിക്കുകയാണ് ചെയ്തത് കേട്ടോ. കണ്ണിനെ കയം കാണിക്കാൻ പാടില്ലെന്ന് അങ്ങനെ എന്തൊക്കെയോ പറയണേ കേട്ടോ. എനിക്കിത് ഓരോന്നും എല്ലാത്തിൽ നിന്നും ഓരോ പാത്രം എടുക്കാൻ തോന്നി. എന്ന് വെച്ചാൽ നല്ല ക്യൂട്ട്നെസ് അല്ലേ, എല്ലാം കാണാൻ എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ കേട്ടോ. അത് പ്ലാസ്റ്റിക് ആണോ എന്താണ് തന്നെ. പിന്നെ വുഡൻ്റെ തന്നെ ഈ കട്ടിംഗ് ബോർഡ്, പിന്നെ അതെനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. ഞാൻ എടുത്തു, പക്ഷെ തിരിച്ചു വെച്ചു കേട്ടോ. കാരണം ഞാനൊരു വുഡൻ്റെ വാങ്ങിച്ചിട്ട് പണി കിട്ടിയോണ്ട് എനിക്കൊരു പേടി, അത് വാങ്ങിച്ചാൽ ശരിയാവുമോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ തിരിച്ചു വെച്ചു കേട്ടോ. ഞാൻ എടുത്തതാണ്, നല്ലതെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഞാൻ തിരിച്ചു വെച്ചു. പിന്നെ നമ്മുടെ കുറച്ച് മാറ്റ്, അത് 2-3 അതൊക്കെ വാങ്ങിച്ചു കേട്ടോ. അടുക്കളയിലും ബാത്റൂമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇതൊന്നും വലിയ കളക്ഷനായിട്ട് എനിക്ക് തോന്നിയില്ല. കാർപ്പറ്റ്, പിന്നെ മാറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഈ കുക്കർ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കുക്കർ ശരിയാക്കാൻ പോകുന്ന സമയത്ത് ഈ അടപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം നടക്കണമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ പോയി ശരിയാക്കിയിട്ട് വരെ 2 കുക്കറിൻ്റെ നന്നാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പോകുന്ന സമയത്ത് കുട എടുത്തില്ലായിരുന്നേ. മൊട്ടം വെയിൽ കേട്ടോ. എൻ്റെ പൊന്നു ഗൈസ്, എൻ്റെ ദൈവമേ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റ് അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു, ഇങ്ങോട്ടൊരു 10 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. മൊട്ടം വെയിൽ കൊണ്ട് എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ തലവേദന, ഭയങ്കര തലവേദന. ഈ മൈഗ്രെയിൻ വന്നവർക്ക് അറിയാം കേട്ടോ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് കേട്ടോ. അവർക്ക് അത് അത്രയും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ വെള്ളമൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു കരിക്ക് വാങ്ങിച്ച് കുടിച്ചേ. എന്നിട്ട് പെട്ടെന്ന് വീടെത്തിയപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര തലവേദന. പെട്ടെന്ന് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഫുഡൊക്കെ ആക്കി വച്ചിട്ട് പോയതുകൊണ്ട്
എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. നല്ല വിശപ്പുമായി വന്നപ്പം 2 മണിയായി കേട്ടോ. പിന്നെ മോനുവിനെ നേരെ പോയി വിളിച്ചിട്ട് നേരെ വരികയായിരുന്നേ. ഹലോ, ഞാൻ ഊണൊക്കെ കഴിച്ചു, കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഒത്തിരി ദൂരെ നടക്കേണ്ടി വന്നേ. നമ്മൾ അവിടെ നിന്ന് പാത്രം മാറ്റി പാത്രം നമ്മൾ കുക്കർ ശരിയാക്കാൻ വേണ്ടി ഒത്തിരി ദൂരം നടന്നു കേട്ടോ. നല്ല വെയിലും ഉണ്ടായിരുന്നു. അടുത്ത് അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വന്ന് ഭയങ്കര നല്ല വെയിലായിരുന്നു. അപ്പം പിന്നെ തലവേദനയായിരുന്നേ. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അങ്ങനെ വാങ്ങിച്ച കുറച്ച് പാത്രങ്ങൾ ഞാൻ കുറച്ചേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഇതുപോലത്തെ ഗ്ലാസ് ഇല്ലേ, 2 അവിടെ ഇരിക്കണേ. ഇതുപോലത്തെ ഗ്ലാസ്, പിടിയുള്ള ഗ്ലാസ്. എനിക്ക് ഈ ഗ്ലാസ്സിനേക്കാളും സെറാമിക്കാണ് ഇഷ്ടം കേട്ടോ. അവിടെ സെറാമിക് ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഈ പാത്രം ഇല്ലേ, ഈ പാത്രം, കുഞ്ഞി പാത്രം, അതിൻ്റെ ഒരു 4 വാങ്ങിച്ച്. പിന്നെ മറ്റേ വളയം, ഇത് ഞാൻ 2 എടുത്തോളൂ. ഞാനിത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടല്ലോ. അപ്പം ഇത് 2 എടുത്തു. ഞാൻ വിചാരിച്ച അവിടെ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഒന്ന് വാങ്ങിച്ച് നോക്കാം അതിൻ്റെ ക്വാളിറ്റി. എനിക്കുള്ള അത് കുറച്ചും കൂടി നല്ല കട്ടിയുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് അത്ര ഒരു ഇതില്ലെന്ന് തോന്നുന്നു. പിന്നെ വാങ്ങിയത് ഈ ഒരു ഇതാണ് കേട്ടോ. ഇത് നമുക്ക് എന്തെങ്കിലും വറുത്ത് കോരാനൊക്കെ. ഇത് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അതെന്തോ കാണാനില്ലാത്തതാണ്. പൊട്ടിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. കാണാനില്ലാത്തല്ല, പൊട്ടിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഈ കപ്പ് ഇതുപോലത്തെ കപ്പ് കേട്ടോ. അതും ഇതുപോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അതെന്തോ പ്രശ്നം പറ്റി, എന്തോ ചെയ്തു. കുറേ വർഷമായതാണ്. അപ്പം പിന്നെ വാങ്ങിച്ചു. ചായയൊക്കെ ഇടാനും നമുക്ക് പെട്ടെന്ന് ചായയൊക്കെ നന്നായിട്ട് ആറ്റിയെടുക്കാനൊക്കെ നല്ല പാത്രമാണ്. പിന്നെ മെയിനായിട്ടും ഞാനിതാണ്ട് ഈ ഒരു കാസ്റ്റ് അയണിൻ്റെ പാത്രം വാങ്ങിച്ചു കേട്ടോ. ഇത് സംഭവം അടിപൊളിയാണ്. നമുക്ക് തോരനോ വിഴുക്കുവരട്ടിയോ എന്ത് കറിയും, മുട്ടക്കറിയൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു പാത്രം വാങ്ങിച്ചു. പിന്നെ 2-3 മാറ്റ് വാങ്ങിച്ചു. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. കുഞ്ഞു പർച്ചേസ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് 11 മണിക്ക് പോയി കേട്ടോ. 11 മണിയായിട്ടോ. പെട്ടെന്ന് സമയം 1 മണിയായി. കാരണം നമ്മൾ ആദ്യം ഈ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു. അവിടെ കുക്കർ ശരിയാക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും നടന്ന് കുറച്ച് ദൂരം പോയി. പിന്നെ തിരിച്ചു വന്നു. അപ്പം തന്നെ പെട്ടെന്ന് സമയം പോയി. കുക്കറിൻ്റെ കാര്യം, കുക്കർ ശരിയായില്ല. കുക്കറിലാകുമ്പോഴേ, കുഞ്ഞു കുക്കറാകുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. കടലയൊക്കെ വേവിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. പക്ഷേ മറ്റേ കുക്കർ തടിമാട കുക്കർ, അതുകൊണ്ട് എടുത്ത് പൊക്കാനൊക്കെ ഭയങ്കര പാട്. നമ്മൾ ഒരു കടയിലേ ചോദിച്ചോളൂ. ഇനിയിപ്പം ഒന്നും കൂടി നോക്കാം, ഇല്ലെങ്കിൽ പുതിയത് മാറ്റി വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.